ഇസ്രായേലിന്റെ വിവിധ മേഖല ആക്രമണം നടത്തുന്നുവെന്ന് മനസ്സിലാക്കുന്നു. അതേസമയം ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ഇറാൻ സമാനമായ സമയത്ത് തന്നെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ നേരത്തെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2025 ആക്രമണം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മിലിറ്ററി ബേസുകൾ മാത്രം ആക്രമിക്കുന്നു, ഉടൻ തന്നെ അതിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുന്നു. ഇവിടെ മിലിറ്ററി ബേസുകളിൽ നിന്നൊക്കെ കാര്യങ്ങൾ മാറി ഈ പറയുന്ന ജനവാസ മേഖലയിലേക്ക് കൂടി ഈ ഇറാന്റെ പ്രഹരം ഏൽക്കുമ്പോൾ ഇറാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ സമ്മർദ്ദം ചെലുത്തി അമേരിക്ക ഇറാൻ കോൺഫ്ലിക്റ്റ് ഇതിലൂടെ പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണോ ഈ കൗണ്ടർ അറ്റാക്കും റീറ്റാലിയേഷനും ഉണ്ടാകുന്ന? അശ്വി, ഉറപ്പായും സുഹൈൽ, അമേരിക്ക ഇറാൻ ചർച്ചകളിൽ ഉണ്ടായത് ആ ചർച്ചകളിൽ ബ്രേക്ക് ഡൗൺ അല്ല, അതിൽ ബ്രേക്ക് ത്രൂ എന്ന ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതാണ് യഥാർത്ഥത്തിൽ ആക്രമണത്തിന് കാരണം എന്ന് വിലയിരുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. വിശകലനങ്ങൾക്കപ്പുറം ഒരുപക്ഷെ അടുത്ത കാലത്ത് ലോകം കണ്ട ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധത്തിൽ കൂടി ഈ രാത്രി കടന്നു പോകുന്നതാണ് യാഥാർത്ഥ്യം. സുഹൈൽ, ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം ഇസ്രായേലിൽ വ്യാപകമായ ആക്രമണം ഇറാൻ നടത്തുന്നുണ്ട്. ഇറാനിൽ പരക്കെ വ്യോമാക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നുണ്ട്. എത്രയാണ് മരണസംഖ്യ, ഉയരുന്ന മരണസംഖ്യ എന്ന കാര്യം ഇനി നാളെയും മറ്റന്നാളൊക്കെ വരുന്ന കണക്കുകൾ മനസ്സിലാക്കുക. എന്തായാലും അത് നൂറുകണക്കിനായ മരണസംഖ്യയിലേക്ക് ഇരുപക്ഷത്തും, അത് ഇസ്രായേലാവട്ടെ ഇറാനിലാവട്ടെ പോകുമെന്ന തർക്കം വേണ്ട. കാര്യം അത്രത്തോളം വലിയ വെറാസിറ്റിയുള്ള, അത്രത്തോളം വലിയ തീവ്രതയുള്ള ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു ഈ രാത്രി. ആദ്യം ഇസ്രായേലിന് നേരെ ഇറാൻ ഇത്തരത്തിൽ ഫത്താ-1 ഹൈപ്പർസോണിക് മിസൈൽ അടക്കം ഹൈഫയിലടക്കം അവിടുത്തെ ടെല്ലവീവിലടക്കം പ്രധാന നഗരങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ അന്ന് കണ്ടതുപോലെയുള്ള ഒരു മിസൈൽ മഴ ഈ പറഞ്ഞ അവരുടെ അയൺ ഡോമും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുകൊണ്ട് അവിടെ പോയി പതിക്കുന്ന വാർത്തകൾ വരുന്നുണ്ട്. നിരവധി കെട്ടിടങ്ങൾക്കടക്കം കേടുപാടുകൾ സംഭവിക്കുന്ന വാർത്ത ഇസ്രായേലിൽ നിന്ന് വരുന്നു. അല്പസമയം മുൻപാണ് ഇറാനിൽ പരക്കെ എന്ന് പറഞ്ഞാൽ അതിന് ചില ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ വലിയ പുകയും വലിയ തീയൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ ഇറാനിൽ പരക്കെ ഇസ്രായേലിൽ വ്യോമാക്രമണം ഉണ്ടാകുന്നു. നേരത്തെ ജെയിംസ് സാർ പറഞ്ഞതുപോലെ ആ സ്കൂളിൽ ഒരു പ്രൈമറി സ്കൂളിൽ നടത്തിയ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 85 കുരുന്നുകളാണ്. പ്രൈമറി സ്കൂളാണ്. അവിടെ ഇനി മരണസംഖ്യ ഉയരുമെന്ന് പറയുന്നു. അതാണ് നമ്മൾ ആദ്യമായി കേട്ട ഒരു കൂട്ട കാഷ്വാലിറ്റി. അതിനപ്പുറമുള്ള ധാരാളം മരണങ്ങൾ ഇറാനിലും ഇസ്രായേലും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ പോകുന്നു. അതിന് പിന്നാലെയാണ് ഈ ഗൾഫ് ഒരുപക്ഷെ ഇറാൻ ഇസ്രായേൽ തമ്മിലുള്ള അതിരൂക്ഷമായ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യോമാക്രമണം. രണ്ടും സൈനിക ശക്തികളാണ്. രണ്ട് സൈനിക ശക്തികളുടെ പോരാട്ടം എന്നതിനപ്പുറം ഈ രാത്രി മലയാളികൾക്ക്, കേരളത്തിന് കുറച്ചുകൂടി അറിയാൻ താല്പര്യം അല്ലെങ്കിൽ കുറച്ചുകൂടി ആശങ്കയാവും നമ്മുടെ ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന ഈ ആക്രമണങ്ങൾ തന്നെയാണ്. അത് ബഹ്റൈനിൽ ഈ ആക്രമണം തുടങ്ങി ഇതുവരെയും ഈ പറഞ്ഞ ഗൾഫ് മേഖലയിലെ അത് ബഹ്റൈനാവട്ടെ, ഖത്തറാവട്ടെ, സൗദി ആവട്ടെ, ദുബായ് ആവട്ടെ, അബുദാബി ആവട്ടെ, ബാക്കി എല്ലാ സ്ഥലങ്ങളും അമേരിക്കയുടെ എയർബേസുകൾ മാത്രം ആക്രമണം. ഇപ്പോഴാണ് മനാമയിലെ ബഹ്റൈനിൽ ജനവാസ മേഖലയിൽ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് ആക്രമണം ഉണ്ടാകുന്നത്. പക്ഷേ അത് മിസൈൽ ആക്രമണമല്ല, അത് ഷഹദ് 136 ഡ്രോൺ ആക്രമണമാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അത് ഒന്നുകിൽ ഈ കെട്ടിടം അത് ലക്ഷ്യം വെച്ചിട്ടുണ്ടാകണം, അത് ഒന്നുകിൽ അമേരിക്കയുടെ ഇസ്രായേൽ അസറ്റ് ഈ ബിൽഡിങ്ങിലുണ്ട്, അതല്ലെന്നുണ്ടെങ്കിൽ അതിന് തൊട്ടടുത്തൊരു അമേരിക്കൻ എയർബേസ് ഉണ്ട്. അമേരിക്കൻ എയർബേസ് ലക്ഷ്യം വിട്ട് പോയ ഡ്രോൺ ജനവാസ മേഖലയിലെ ഈ അപ്പാർട്ട്മെന്റിൽ ഹിറ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അത് കൂടുതൽ ജനവാസ മേഖലകളിലേക്ക് ഇറാൻ ആക്രമണം വ്യാപിക്കുന്നു എന്നതിനർത്ഥം അതിനില്ല. ഇതുവരെ ഉണ്ടായ ആക്രമണങ്ങളിൽ ജനവാസ മേഖലയിൽ നേരിട്ട് ഹിറ്റ് ചെയ്ത ഒറ്റ ആക്രമണം മാത്രമാണുള്ളത്. അത് ബഹ്റൈനിൽ മാത്രമാണ്. ഏറ്റവും അധികം ആക്രമണം കേട്ടത് ഖത്തറിൽ തന്നെയായിരുന്നു. ഖത്തറിൽ വ്യാപകമായ 3-4 മണിക്കൂർ അടുപ്പിച്ച് പൊട്ടുന്ന വലിയ സ്ഫോടന ശബ്ദങ്ങൾ ഖത്തറിൽ കേട്ടു. അതൊക്കെ മല്ലുദൈദ് എയർബേസും അതിന് ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. ബാക്കിയുള്ള ഗൾഫ് കുവൈറ്റിലടക്കം സ്ഫോടനങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. കുവൈറ്റിൽ രാത്രി പ്രാർത്ഥന, റമദാൻ മാസത്തിലുള്ള തറാവീഹ് നിസ്കാരം എന്ന് അറിയപ്പെടുന്ന പ്രത്യേക പ്രാർത്ഥന പള്ളികളിൽ നിർത്തിവെക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. രാത്രി ഇഷാ നിസ്കാരം, രാത്രി പ്രാർത്ഥന മാത്രമേ പള്ളികൾ ഉണ്ടാവൂ എന്ന അറിയിപ്പോടെ ഉണ്ടാവുന്നു. അങ്ങനെ മൊത്തത്തിൽ എയർപോർട്ടുകൾ അടയ്ക്കുന്നു, ദുബായ് എയർപോർട്ട് അടയ്ക്കുന്നു, ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആകുന്നു. ഒരു മേഖല ഒന്നടങ്കം സ്തബ്ധമായി പോകുന്ന എന്ന് പറഞ്ഞാൽ അതൊരു പ്രധാന വാണിജ്യ മേഖലയാണ്, പ്രധാന ട്രാൻസിറ്റ് ഏരിയയാണ്. ട്രാൻസിറ്റ് ഏരിയ വാണിജ്യ മേഖല അടക്കം ലോകത്തെ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള വാണിജ്യത്തെയും ഈ പറയുന്ന കച്ചവടങ്ങളെയും ഒക്കെ ബാധിക്കാൻ പോകുന്ന രീതിയിൽ ഒരു മേഖല ഒന്നടങ്കം സ്തബ്ധമായി പോകുന്നു, ലോക്ക്ഡായി പോകുന്ന ഒരു വല്ലാത്ത സാഹചര്യം ഈ രാത്രി നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും സുഹൈൽ, ഈ ആക്രമണം തുടങ്ങുമ്പോൾ ഇറാൻ അമേരിക്ക സ്റ്റാൻഡ് ഓഫ് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി, ഈ ചർച്ചകൾ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അമേരിക്ക അങ്ങോട്ടേക്ക് ഈ വാർഷിപ്പുകൾ അയക്കുമ്പോഴും ഇപ്പോൾ അടിക്കാമോ ട്രംപ് ഒക്കെ പറയുമ്പോഴൊക്കെ കൂടിയും അടിയുണ്ടായി. ഇറാന്റെ ഇത്ര വലിയ ഒരു മാസീവായ മാരകമായ തിരിച്ചടി ഒരു പക്ഷേ അമേരിക്കയോ ഇസ്രയേൽ പ്രതീക്ഷയുണ്ടോ എന്നറിയില്ല. അതാണ് ഇത്രയും കാര്യങ്ങൾ അത്രത്തോളം സങ്കീർണമാക്കുന്ന കാര്യങ്ങളെ. അതല്ലാതെ ഇസ്രയേലിന് അമേരിക്കയുടെ ഏകപക്ഷീയമായ ആക്രമണങ്ങളിൽ ഇറാൻ ചുമ്മാതിരുന്നില്ല. ഇറാൻ അതിന് ചുറ്റുമുള്ള അതിനെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചുറ്റുമുള്ള അമേരിക്കൻ എയർബേസുകളിലേക്കും ഇസ്രയേലിലുമൊക്കെ വ്യാപകമായ തിരിച്ചടി ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇറാൻ ആവർത്തിച്ച് പറയുന്നത് ഈ പറയുന്ന അറബ് രാജ്യങ്ങൾ ഞങ്ങളുടെ സൗഹൃദ രാഷ്ട്രങ്ങളാണ്, അവിടുത്തെ ജനങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാണ്, പക്ഷേ ഞങ്ങൾ ആക്രമിക്കുന്നത് അവിടുത്തെ എയർബേസുകളെ മാത്രമാണ് ഞങ്ങൾ ആക്രമിക്കുന്നത്. ഞങ്ങളുടെ രാജ്യം അറ്റാക്കിന് വിധേയമാകുമ്പോൾ, ഞങ്ങളുടെ രാജ്യം
ആക്രമണത്തിന് വിധേയമാകുമ്പോൾ കൈകെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന മുന്നറിയിപ്പ് ഇറാന്റെ പല അവിടുത്തെ ഒഫീഷ്യൽ മാധ്യമങ്ങളടക്കം അതിങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെയുള്ള അമേരിക്കൻ എയർബേസുകൾ വ്യാപകമായി ആക്രമിക്കുന്നു ഇറാൻ. അവിടെ കാര്യമായ കാതലായ വലിയ നഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടാവുന്നു. ഖത്തറിൽ അവിടെ 5000 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള വലിയ റഡാർ സംവിധാനം FD-60 എന്തോ പേരുള്ള വലിയ റഡാർ സംവിധാനം അമേരിക്കയ്ക്കുണ്ട്. അതേതാണ്ട് പൂർണ്ണമായി തന്നെ നശിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഇറാന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങൾ അങ്ങനെ പിടിവിട്ടു പോകുന്ന രീതിയിൽ, കൈവിട്ടു പോകുന്ന രീതിയിൽ രക്തരൂക്ഷിതമാകുന്നു. അടുത്ത കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയൊരു യുദ്ധത്തിന്റെ തുടക്കമാണോ എന്ന് ആശങ്കപ്പെടുന്ന രീതിയിൽ ഈ രാത്രി വല്ലാത്ത രീതിയിൽ അത് പരിണാമം പ്രാപിക്കുകയാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും ഇറാനിലും ഇസ്രായേലിന്റെയും ആകാശത്ത് തീമഴയാണ് എന്ന് ഉറപ്പായും പറയാം. ഉറപ്പായും ഇസ്രായേൽ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നില്ല എന്നൊരു പ്രശ്നമുണ്ടെങ്കിൽ കൂടിയും അവിടെയും കാര്യമായ ആക്രമണങ്ങളുണ്ട്. ഇറാനിൽ ഒരുപക്ഷെ ആദ്യ ആക്രമണം ഉണ്ടായതിനു ശേഷം ഇസ്രായേൽ ഈ സമയം വരെയും തിരിച്ചടിക്കാതിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഈ സമയം വരെയും രണ്ടാമതൊരു ആക്രമണം ലോഞ്ച് ചെയ്തിരുന്ന ഇസ്രായേൽ. പക്ഷേ ഫത്ത-1 ഹൈപ്പർസോണിക് മിസൈൽ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ അവരുടെ ആക്രമണത്തിന്റെ വെറാസിറ്റി കൂട്ടിയ സമയത്താണ് ഇസ്രായേൽ രണ്ടാമത്തെ അറ്റാക്ക് തുടങ്ങുന്നത്. അത് ആദ്യ അറ്റാക്കിനേക്കാൾ കൂടുതൽ അതിരൂക്ഷമായ രീതിയിൽ 400ഓളം വാർഹെഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിരൂക്ഷമായ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നു. ആയത്തുള്ള അലി ഖമനിയെ കൊന്നു എന്നുള്ള വ്യാപകമായ പ്രചരണം ഇസ്രായേൽ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അബ്ബാസ് അറാഖ്ചി, അവിടെ വിദേശകാര്യമന്ത്രി, പറയുന്നത് ആയത്തുള്ള അലി ഖമനി സുരക്ഷിതരാണ് എന്ന ഒരു മുന്നറിയിപ്പ്. പക്ഷേ അവിടെ പ്രതിരോധ മന്ത്രി കൊല്ലപ്പെട്ട കാര്യം ഏതാണ്ട് സ്ഥിരീകരിക്കാൻ കഴിയും തോന്നുന്നു. അവിടെ ലക്ഷ്യം വെച്ചത് ഖമനയെയാണ്, അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനെയാണ്. രണ്ടുപേരും സേഫാണ്, സെക്യൂറാണ് എന്ന് ഇറാൻ പറയുന്നുണ്ട്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട TV അൽ ആലം TV പറഞ്ഞത് അല്പസമയത്തിനകം അലി ഖാമനയും രാജ്യത്തെ അഭിസംബോധന ചെയ്യും, ലോകത്തെ ഷിയ സമൂഹത്തോട് സംസാരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത്ര നേരം ആയിട്ടും അലി ഖാമനയും സംസാരിക്കുന്നില്ല. അതുമാത്രമല്ല സുഹൈൽ, നേരത്തെ ഡൊണാൾഡ് ട്രംപ് ഒരു അമേരിക്കൻ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ കാണുമെന്ന് പറഞ്ഞിരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ വാർത്താ സമ്മേളനം നീണ്ടുപോകുന്നുണ്ട്. ആയത്തുള്ള അലി ഖാമനയുടെ കൊട്ടാരം ഏതാണ്ട് പൂർണ്ണമായി തകർക്കാൻ അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിന് കഴിഞ്ഞു. അതിൽ അലി ഖാമനയുടെ നിലവിലെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയില്ല എന്നുള്ള ടൈംസ് ഓഫ് ഇസ്രായേൽ പോലുള്ള മാധ്യമങ്ങൾ ഇപ്പോഴും പറയുന്നത്. അലി ഖാമനെ എവിടെയാണെന്ന കാര്യം അറിയില്ല. അലി ഖാമനയ്ക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുകയാണ് എന്നുള്ളതാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അടുത്ത കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധങ്ങളൊന്നിന്റെ തുടക്കമാണോ എന്ന് സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ അത് ഏതെങ്കിലും ഇരു രാഷ്ട്രങ്ങൾ തമ്മിലല്ല, ഒരു മേഖല ഒന്നാകെ ഇത്തരത്തിൽ വലിയ ആശങ്കയും ഇത്തരത്തിൽ വലിയ അടച്ചിടലിലേക്കും സ്റ്റാൻഡ് സ്റ്റില്ലിലേക്കും നയിക്കുന്ന രീതിയിൽ ലോകത്തിന്റെ വാണിജ്യത്തെ ബാധിക്കുന്ന രീതിയിൽ ആ യുദ്ധം അങ്ങനെ പരിണാമം പ്രാപിക്കുകയാണ്. അതിനോടൊപ്പമാണ് കുരുമേക്കുരു എന്ന മട്ടിൽ ഹോർമുസ് കടലെടുക്ക് അടച്ചിടാനുള്ള തീരുമാനം. ഹോർമുസ് കടലെടുക്ക് ഒരുപക്ഷെ ഇറാൻ മാത്രം വിചാരിച്ചാൽ അടച്ചിടാൻ കഴിയുന്നതല്ല. പക്ഷേ IRGC കൃത്യമായി അവരുടെ VF റേഡിയോയിൽ കൊടുക്കുന്ന നിർദ്ദേശം ആ കടലെടുക്ക് താണ്ടാൻ കപ്പലുകൾ ശ്രമിച്ചാൽ അപകടകരമാണ് എന്ന കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്നു. അങ്ങനെ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ കപ്പലുകൾ വഴി പോകാൻ ധൈര്യപ്പെടില്ല. അങ്ങനെ ഹോർമുസ് കടലെടുക്ക് കടക്കുക എന്നൊക്കെ പറഞ്ഞാൽ തൊട്ട് നാളെ അല്ലെങ്കിൽ ഈ രാത്രി തന്നെ നാളെ തന്നെ ഇന്ത്യയിൽ, കേരളത്തിൽ, നമ്മൾ നിൽക്കുന്ന കൊച്ചിയിൽ ഒരു വീട്ടകത്ത് അടുക്കളയിൽ അതിൻ്റെ ഇമ്പാക്റ്റ് നേർക്കുനേറുണ്ടാവാൻ പോകുന്ന സംഭവമാകും. അങ്ങനെ ഇത് പലവിധ ഡയമെൻഷനിൽ ലോകത്തെ ബാധിക്കാൻ പോകുന്ന രക്തരൂക്ഷിതമായ യുദ്ധമായി മാറുന്നു. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.